0715 കച്ചേഗുഡ കോട്ടയം സ്പെഷ്യൽ ട്രെയിൻ കച്ചേഗുഡ സ്റ്റേഷനിൽ നിന്നും 2025 ജനുവരി 2, 9, 16, 23 തീയതികളിൽ ഉച്ചയ്ക്ക് 3:40 പുറപ്പെട്ട പിറ്റേന്ന് വൈകിട്ട് 6:50 കോട്ടയത്തെത്തും. സേലം ഈറോഡ് വഴി വരുന്ന ട്രെയിനിന് കേരളത്തിൽ 4 സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:50 പാലക്കാട്, 3:57 തൃശൂർ, 4:58 ആലുവ, 5:30 എറണാകുളം സ്റ്റേഷനുകൾ പിന്നിട്ട് വൈകിട്ട് 6:50 ട്രെയിൻ കോട്ടയത്തെത്തും. മടക്കയാത്ര 0715 കോട്ടയം കച്ചേഗുഡ സ്പെഷ്യൽ ട്രെയിൻ 2025 ജനുവരി 3, 10, 17, 24 തീയതികളിൽ രാത്രി 10:30 കോട്ടയത്ത് നിന്നും പുറപ്പെട്ട പിറ്റേന്ന് രാത്രി 11:40 കച്ചേഗുഡയിൽ എത്തിച്ചേരും. ഒരു AC ഫസ്റ്റ് ക്ലാസ് 2 ടയർ കോച്ച്, 2 AC 2 ടയർ കോച്ച്, 5 AC 3 ടയർ കോച്ച്, 12 സ്ലീപ്പർ ക്ലാസ് കോച്ച്, 2 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിനിലുള്ളത്. 0715 കാക്കിനഡ ടൗൺ കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ ജനുവരി 6, 13 തീയതികളിൽ പകൽ 11:20 കാക്കിനഡയിൽ നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാത്രി 9:20 കൊല്ലത്തെത്തിച്ചേരുക. കേരളത്തിൽ 10 സ്റ്റോപ്പുകളാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസിനുള്ളത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:40 പാലക്കാടെത്തുന്ന ട്രെയിൻ 3:57 തൃശൂർ എത്തും. 4:58 ആലുവ, 5:30 എറണാകുളം, 6:20 ഏറ്റുമാനൂർ, 6:35 കോട്ടയത്തും എത്തും. 7 മണിക്ക് ചങ്ങനാശ്ശേരി, 7:11 തിരുവല്ല, 7:27 ചെങ്ങന്നൂർ, 7:48 കായംകുളം സ്റ്റേഷനുകൾ പിന്നിട്ടാണ് 9:20 കൊല്ലത്തെത്തുക. മടക്കയാത്ര 0715 കൊല്ലം കാക്കിനഡ ടൗൺ ട്രെയിൻ ജനുവരി 8, 15 തീയതികളിൽ പുലർച്ചെ 2:30 കൊല്ലത്ത് നിന്നും പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 11 മണിക്ക് കാക്കിനഡ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഒരു AC ഫസ്റ്റ് ക്ലാസ് കം 2 ടയർ കോച്ച്, 2 AC 2 ടയർ കോച്ച്, 5 AC 3 ടയർ കോച്ച്, 12 സ്ലീപ്പർ ക്ലാസ് കോച്ച്, 2 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ച് എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിനിനുള്ളത്. 0715 നരസാപുരം കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ ജനുവരി 20, 27 തീയതികളിൽ തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 നരസാപൂരിൽ നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് രാത്രി 9:20 കൊല്ലത്തെത്തുക. ചൊവ്വാഴ്ച 1:40 പാലക്കാടെത്തുന്ന ട്രെയിൻ 3:57 തൃശൂർ, 4:58 ആലുവ, 5:30 എറണാകുളം, 6:20 ഏറ്റുമാനൂർ, 6:35 കോട്ടയം, 7 ചങ്ങനാശ്ശേരി, 7:11 തിരുവല്ല, 7:27 ചെങ്ങന്നൂർ, 7:48 കായംകുളം സ്റ്റേഷനുകൾ പിന്നിട്ട് 9:20 കൊല്ലത്തെത്തും. മടക്കയാത്ര 0715 കൊല്ലം നരസാപുരം ട്രെയിൻ ജനുവരി 22, 29, 15 തീയതികളിൽ പുലർച്ചെ 2:30 കൊല്ലത്ത് നിന്നും പുറപ്പെട്ട പിറ്റേന്ന് രാവിലെ 8 മണിക്ക് നരസാപുരത്ത് എത്തിച്ചേരും. കായംകുളം 3:02, ചെങ്ങന്നൂർ 3:22, തിരുവല്ല 3:33, ചങ്ങനാശ്ശേരി 3:42, കോട്ടയം 3:55, ഏറ്റുമാനൂർ 4:13, എറണാകുളം 5:25, ആലുവ 5:50, തൃശൂർ 7:05, പാലക്കാട് 9:20 എന്നിങ്ങനെയാണ് കേരളത്തിലെ മറ്റു സ്റ്റോപ്പുകളിൽ എത്തുന്ന സമയം. ട്രെയിനിന്റെ ടിക്കറ്റ് റിസർവേഷൻ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനങ്ങളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികളിൽ ഒന്നുകൂടിയാണിത്. ആയിരക്കണക്കിന് ട്രെയിനുകളും സർവീസുകളുമാണ് ഇന്ത്യൻ റെയിൽവേ നടത്തിവരുന്നത്. ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്ത് ഈ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനം നേടുന്ന ട്രെയിൻ പ്രയാഗ്രാജിനും ന്യൂഡൽഹിക്കും ഇടയിൽ സർവീസ് നടത്തുന്ന പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന തീവണ്ടിയെ പറ്റിയാണ് പറയുന്നത്. പുതിയ ഉത്സവ സീസണിൽ വരുമാനമുണ്ടാക്കുന്നതിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഈ തീവണ്ടി. റിപ്പോർട്ടുകൾ പ്രകാരം 2024 നവംബറിലെ വരുമാനത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്, ശതാബ്ദി എക്സ്പ്രസ്, തേജസ് എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളെ മറികടന്നിരിക്കുകയാണ് പ്രയാഗ്രാജ് എക്സ്പ്രസ്. നവംബറിൽ പ്രയാഗ്രാജ് എക്സ്പ്രസ് 6.6 കോടി രൂപയാണ് വരുമാനം നേടിയത്. പ്രയാഗ്രാജിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് 43,388 യാത്രക്കാരെയും മടക്കയാത്രയിൽ 47,040 യാത്രക്കാരെയും ഈ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. പ്രയാഗ്രാജ് എക്സ്പ്രസിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന നിരവധി യാത്രക്കാരുണ്ട്. ഇതിൽ VIP-കളും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്ത് ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ ഒന്നാണിത്. ന്യൂഡൽഹിയിൽ നിന്ന് രാവിലെ 10:10 പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ 7 പ്രയാഗ്രാജിലെത്തും. ഈ കാലയളവിൽ രാജ്യത്ത് മികച്ച വരുമാനം നേടിയ മറ്റു ട്രെയിനുകൾ കൂടി നോക്കാം. പ്രയാഗ്രാജ് ഹംസഫർ എക്സ്പ്രസ് വരുമാനം 5.2 കോടി, യാത്രക്കാർ 55,481 പേർ. ആനന്ദ് വിഹാർ ടെർമിനൽ ഹംസഫർ എക്സ്പ്രസ് വരുമാനം 3.7 കോടി രൂപ, യാത്രക്കാർ 41,797 പേർ. ന്യൂഡൽഹി വാരണാസി വന്ദേ ഭാരത് എക്സ്പ്രസ് വരുമാനം 2.2 കോടി രൂപ, യാത്രക്കാർ 16,899 പേർ. വാരണാസി ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് വരുമാനം 2.4 കോടി രൂപ, യാത്രക്കാർ 16,823 പേർ. ഈ ഉത്സവ സീസണിൽ ട്രെയിൻ യാത്രാ ഡിമാൻഡിൽ അഭൂതപൂർവ്വമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ജനറൽ കമ്പാർട്ട്മെന്റുകളടക്കം നിറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദിവസങ്ങളിൽ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് വൻ വെല്ലുവിളിയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.